الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷം, അവന്റെ ബർക്കത്തും റഹ്മത്തും നമ്മിൽ ഓരോരുത്തരിലും സദാസമയവും വർഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 10ാമത് ക്ലാസ്സിൽ 29ാമത്തെ ആയത്ത് മുതൽക്കാണ് നമ്മൾ പരിശോധിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചില വരങ്ങളാണ്, ചില ആവശ്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നിർവഹിച്ച് കൊടുത്തിട്ടുമുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരാളുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ഉണ്ടാകേണ്ട, പ്രത്യേകിച്ച് ഒരു പ്രബോധകന്റെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 8 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഇനിയും അതിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടെ വിശദീകരിക്കുകയാണ്. വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു സഹായിയെ നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ. അതായത് എന്റെ സഹോദരൻ ഹാറൂന്, അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കുകയും എന്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ. വസീറായിട്ട്, സഹായിയായിട്ട് ഹാറൂന് വേണം. അദ്ദേഹം എന്റെ സഹോദരനാണ്. അദ്ദേഹം മുഖേന എന്റെ ശക്തി നീ കൂടുതൽ ദൃഢമാക്കണമേ. എന്റെ കാര്യങ്ങളിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. പദങ്ങളുടെ അർത്ഥം പരിശോധിക്കാം. വജ്അൽ ലി, എനിക്ക് നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ. ജഅല, ഏർപ്പെടുത്തുക. ഇജ്അൽ എന്ന് പറഞ്ഞാൽ നീ ഏർപ്പെടുത്തൂ. ലീ, എനിക്ക്. വസീറൻ, മന്ത്രി അല്ലെങ്കിൽ സഹായി. സാധാരണ രാജാക്കന്മാർക്ക് മന്ത്രിമാരുണ്ടാകാറുണ്ട്. അതിന് അറബിയിൽ പറയുന്ന പേര് വസീറൻ എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാർക്കും ഒക്കെ പറയുന്ന പേര് വസീറുൻ എന്ന് തന്നെയാണ്. വാക്കിന്റെ അർത്ഥം സഹായി എന്നാണ്. ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് കേവലം ഒരു മന്ത്രിയെ കിട്ടണം എന്നല്ല, എനിക്കൊരു സഹായി വേണം. മിൻ, നിന്ന്. അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന്. അഹ്ലുൻ, കുടുംബം. അഹ്ലി, എന്റെ കുടുംബം. യാ അവസാനത്തിൽ വന്നാല് എന്റെ എന്നാണ് അതിന്റെ അർത്ഥം. സർവനാമം, സംബന്ധിക സർവനാമം. ഈ യാ, എന്റെ എന്ന അർത്ഥത്തിൽ. ഹാറൂൺ, ഹാറൂനിനെ. അഹി, എന്റെ സഹോദരൻ. അഹുൻ, സഹോദരൻ. അഹി, എന്റെ സഹോദരനായ ഹാറൂനിനെ. ഉശ്ദുദ്, നീ ശക്തിപ്പെടുത്തേണമേ. ഷദ്ദുൻ എന്ന് പറഞ്ഞാല് ഖുർആൻ പാരായണത്തില് ഷദ്, മദ് എന്നൊക്കെ അല്ലേ.
കട്ടിയുള്ള അക്ഷരത്തിനാണ് ഷദ് എന്ന് പറയുക. കട്ടി കൂട്ടി പറയണ്ട, ശക്തമായി പറയണ്ട. ഉഷ്ദുദ്, നീ ശക്തി നൽകണമേ. ഒരു ആജ്ഞക്രിയയാണ്. ബിഹി, അദ്ദേഹത്തെ കൊണ്ട്. അസ്രി, എന്റെ ശക്തിയെ. അസ്റിൻ എന്ന് പറഞ്ഞാലും ശക്തി എന്നർത്ഥമുണ്ട്, മുതുക് എന്നർത്ഥമുണ്ട്. അസ്റിൻ, എന്റെ ശക്തിയെ, എന്റെ മുതുകിനെ. വഅശ്രിക്കുഹു, ശരീക്കുൻ, ഷിർക്കുൻ എന്നൊക്കെ പറയുന്ന പദങ്ങൾ അറിയാവുന്നതാണല്ലോ. എനിക്ക് ശരീക്കാക്കണമേ, എന്റെ കൂടെ പങ്കാളിയാക്കണമേ. അള്ളാഹുവിന്റെ കൂടെ പങ്കാളി ഒരാളെയും ചേർത്തുകൂടാ. എന്നാൽ മനുഷ്യർക്ക് അവരുടെ കൂടെ പങ്കാളികളെ ചേർക്കാം, ഏത് തരത്തിലുള്ള പങ്കാളികളെയും ചേർക്കാം. കൃത്യമായി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാവുന്ന പങ്കാളികളെ ചേർക്കാം. അശ്രിക്കുഹു, അദ്ദേഹത്തെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ. അംരി, എന്റെ കാര്യത്തിൽ. അമ്രുൻ, കാര്യം. അംരി, എന്റെ കാര്യത്തിൽ. അതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. വസീറിൻ, അതേപോലെ വിസറിൻ എന്നൊക്കെ വാക്കുകള് നമ്മൾ ഖുറാനിൽ വന്നത്. വിസറിൻ എന്ന വാക്ക് വേറെ സ്ഥലങ്ങളിൽ വന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വസീറിൻ എന്ന വാക്കിന്റെ അർത്ഥം ഐ മുഈനൻ വലഹീറൻ എന്നാണ്. ഒരു സഹായിയായിട്ട്, ഉപകാരം ചെയ്യാൻ പറ്റാവുന്ന വിധത്തിൽ ഒരു സഹായിയായിട്ട് നൽകണമേ എന്നാണ്. വസറ എന്ന വാക്ക് മറ്റൊരർത്ഥത്തിലാണ്. കല്ലാല വസർ ഇലാ റബ്ബിക യൗമൈദിനിൽ മുസ്തഖർ. അതേ ദിവസം മനുഷ്യൻ പറയും, എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളത്, എവിടേക്കാണ് ഓടി രക്ഷപ്പെടാനുള്ളത് എന്ന് പരലോകത്തെ അവസ്ഥ വിശേഷിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ അവിടെ ബദ്ധപ്പാടോടുകൂടി ചോദിക്കുകയാണ്, പ്രയാസത്തോടുകൂടി ചോദിക്കുക. അപ്പൊ അവിടെ അവർക്ക് ലഭിക്കുന്ന മറുപടി കല്ലാ ലാ വസർ, യാതൊരു രക്ഷയുമില്ല. ലാ വസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ലാ മൽജഅ വലാ മുഈന എന്നാണ്. ഒരു അഭയ സങ്കേതമില്ല, ഷെൽട്ടറുകളില്ല, അതേപോലെ സഹായിയായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇവിടെ ഓടി രക്ഷപ്പെട്ട് ഏതെങ്കിലും ഏതെങ്കിലും ഉള്ളറകളിൽ ചെന്ന് ഇരിക്കാനുള്ള, ഷെൽട്ടറുകളിൽ ചെന്ന് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ അവിടെ പരലോകത്തില മൽജഅ വലാ മുഈന, എവിടെയും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. ഇന്ന് ആളുകൾ അപകടത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ? എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഒളിച്ചിരിക്കുന്നില്ലേ? എന്നാ പരലോകത്ത് ചെല്ലുമ്പോ ലാ വസർ, സഹായിക്കാനും രക്ഷപ്പെടാനും പറ്റാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ഇല്ല. നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അന്നേ ദിവസം ചെന്ന് കൂടൽ. നിങ്ങൾ എങ്ങനെ ഓടിയാലും ആ ഓട്ടമൊക്കെ ചെന്ന് എത്തിപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കലായിരിക്കും എന്ന് സൂറത്തുൽ ഖിയാമയിൽ പറയുന്നിടത്ത് വസറിൻ എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വസീറാണ് വന്നത്. മുഈനുൻ, സഹായി എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ ലാ വസർ എന്നതിനും ലാ മൽജഅ വലാ മുഈന, ഒരു അഭയ സങ്കേതമില്ല, സഹായിക്കാനും തന്നെ ആരുമില്ല, അള്ളാഹുവിലേക്കാണ് അവരെല്ലാരും എത്തിപ്പെടുന്നത് എന്ന്. വസീറിൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ മിൻ വസർ, വസറ എന്ന വാക്കിൽ നിന്നാണ് വസീർ വന്നത്. വയത്തുലുബുൽ വസീറു ഹീന ലാ യസ്തതിഉ സാഹിബൽ അംരി അൽ ഖിയാമ ബിഹി ബിമുഫ്രദി. ഒരു വസീർ, ആ വസീറിനോട് രാജാവ് ചോദിക്കും പല സന്ദർഭങ്ങളിലും സഹായം ആവശ്യപ്പെടുന്നത്. തനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യം ഉണ്ടാകുമ്പോ അങ്ങനെ ഉള്ള സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. രണ്ടു തരത്തിലുണ്ടാകാം വസീർ. വസീർ ഒരാൾക്ക് സഹായം നൽകുന്ന, കൃത്യമായി നല്ല വിധത്തിൽ സഹായം നൽകുന്ന ആളാണ് എങ്കിൽ അയാള് വസീറാണ്, സഹായിയാണ് എന്നും. അതല്ല, ഒരു രാജാവിന്, ഭരണാധികാരിക്ക്
ഒരു ഭാരമായി മാറുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു വിസിറാണ് എന്ന് പറയാറുണ്ട്. വിസിറിൻ എന്ന വാക്ക് വേറെ ഉണ്ട്. ഇവിടെ വസറ, വസീറിൻ എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ വിസിറിൻ എന്നൊരു വാക്കുണ്ട്. വിസിർ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് വാക്കിന്റെ അർത്ഥം. അതാണ് പറഞ്ഞത്, ഒരു ഭാരം വഹിക്കുന്നവനും വേറൊരാളുടെ വിസിർ വഹിക്കുകയില്ല. വസറ എന്നല്ല, വിസിർ എന്നാണ്. ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, സൂറത്തുൽ ഫാത്തിറിൽ. ഭാരം വഹിക്കുന്ന ഒരാളും തന്നെ വേറൊരാളുടെ ഭാരം വഹിക്കുകയില്ല പരലോകത്ത്. ഇവിടെ പലരുടെയും ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, കുറ്റങ്ങൾ പോലും ചുമലിൽ പേറിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാകാം. അതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, പരലോകത്ത് വന്നിട്ട് അത് ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. ഓരോരുത്തരും അവരവരുടെ ഭാരമാണ് ഏറ്റെടുക്കുക. മറ്റാർക്കും തന്നെ ഒരാളുടെയും ഭാരം ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ വിസിറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് വായിക്കാം, ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറൻ ജഅല ലഹു വസീറ സിദ്ഖിൻ ഇൻ നസിയ ദക്കറഹു വഇൻ ദക്കറ ആനഹു വഇദാ അറാദ ബിഹി ഗൈറ ദാലിക ജഅല ലഹു വസീറ സൂഇൻ ഇൻ നസിയ ലൻ യുദക്കിറുഹു വഇൻ ദക്കറഹു ലൻ യുഈനുഹു. അള്ളാഹു ഒരു ഭരണാധികാരിക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവര് സത്യസന്ധനായ ഒരു മന്ത്രിയെ നൽകും. ഭരണാധികാരി വല്ലതും മറന്നുപോയാൽ ആ മന്ത്രി അത് ഓർമ്മിപ്പിക്കും. ഓർക്കുന്നുവെങ്കിൽ അത് നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി അള്ളാഹു അവന് തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ദുഷ്ടനായ ഒരു മന്ത്രിയെയാണ് നൽകുക. ഭരണാധികാരി വല്ലതും മറന്നുപോയാൽ ആ മന്ത്രി അത് ഓർമ്മിപ്പിക്കുകയില്ല. ഓർക്കുന്നുവെങ്കിൽ തന്നെ അത് നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്യുകയില്ല എന്ന് പറയുന്ന ഒരു ഹദീസും വസീറിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന, മന്ത്രിയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വിശദീകരിക്കാനല്ല പറഞ്ഞത്, ആ പദം പരിചയപ്പെടുത്തിയതാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് വസീർ ആയിക്കൊണ്ട് ഹാറൂൻ നബിയെ നിശ്ചയിച്ചു കൊടുക്കാൻ ഒരു സഹായി ആയിക്കൊണ്ട് നൽകണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത് മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. അദ്ദേഹം ആളുകളോട് ചോദിക്കുന്നത് എനിക്ക് അൻസാറുകളായിട്ട് ആരാണുള്ളത് എന്നാണ് ചോദിച്ചത്. അൻസാറുകൾ എന്നാണ് അവിടെ പരിചയപ്പെടുത്തിയത്. എന്നപ്പോ ഖാലൽ ഹവാരിയൂന, അപ്പോസ്തലന്മാർ പറഞ്ഞു നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സഹായിയാണ്. ഹവാരിയൂൻ എന്നും അൻസാറുകളും എന്നൊക്കെയാണ് ഇവിടെ സഹായി എന്ന അർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത്. പക്ഷെ മൂസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, ഹാറൂൻ നബിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ വസീറാണ് എന്ന് പറഞ്ഞത് കൂടുതൽ അർത്ഥവത്താണ് എന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഖുർആൻ പറഞ്ഞത് ഹസ്ബുക്കല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് പ്രവാചകരെ അള്ളാഹു മതി സഹായിയായിട്ട്. അള്ളാഹു ആണ് താങ്കളുടെ ഏറ്റവും വലിയ സഹായി. അതേപോലെ വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, താങ്കളെ പിൻപറ്റിയ വിശ്വാസികളിൽപ്പെട്ട ആളുകളിൽ നിന്നും അള്ളാഹു ആണ് ഏറ്റവും കൂടുതൽ സഹായിയായിട്ട് ഉള്ളത് എന്ന് അള്ളാഹു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അതൊക്കെ വേറെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. പ്രവാചകനോട് പറഞ്ഞത് നിങ്ങൾക്ക് അള്ളാഹു തന്നെ മതി, അള്ളാഹുവാണ് സഹായി എന്ന്. ഈസാ നബി അലൈഹി സ്വലാം സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്റെ കൂടെ വരുന്നത്, എന്റെ സഹായിയായിട്ട് ആരാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവിടെ ആളുകൾ അതിന് അദ്ദേഹത്തെ കൂടെ സഹായിയായിട്ട് രംഗത്ത് വരുന്നു എന്നിത്യാദി കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ശരി, ഇവിടെ പറഞ്ഞ 29, 30, 31, 32 വചനങ്ങൾ, ഈ 4 വചനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു വലിയ ദൗത്യത്തിന് ആവശ്യമായ സഹായത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാം സമർപ്പിക്കുന്നത്.
എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹായിയെ വേണം, ഒരു സഹായി വേണം, പക്ഷെ അതെന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അഹിലി, എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന്. മാത്രല്ല അത് പ്രത്യേകം അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനെയാണ് അദ്ദേഹത്തിന് വേണ്ടത് എന്നാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ഹാറൂനിനെ അദ്ദേഹത്തിന് ഏറെ വിശ്വാസമാണ്, വിശ്വസ്തനാണ്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കഴിവുള്ള വ്യക്തിയാണ്, തന്റെ ദൗത്യത്തിൽ തന്നെ ആത്മാർത്ഥമായി തന്നോട് സഹകരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാര്യം, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം, ദൈവത്തിന്റെ വഴിയിൽ കുടുംബങ്ങളുടെ പിന്തുണ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് തഫ്സീർ ഇബ്നു കസീർ വായിച്ചു നോക്കിയാൽ ആ ഭാഗം പ്രത്യേകം എടുത്തു പറയുന്നതായിട്ട് കാണാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മളോടൊപ്പം ദൈവത്തിന്റെ വഴിയിൽ സഹകരിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്, ഉസ്ദുദ്, ശക്തി നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് അവിടങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നത്. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ. എല്ലാരെയും ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളയുന്ന ഒരു സ്വഭാവമായിരുന്നല്ലോ അവിടെ ഫറോവക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഹാറൂൻ എന്ന മൂസാ നബിയുടെ ജ്യേഷ്ഠ സഹോദരൻ രക്ഷപ്പെട്ടത് എന്ന ചോദ്യമാണ്. അത് രണ്ട് നിലക്കാണ് പരിശോധിച്ചപ്പോ അതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചത്. ഒന്ന്, ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ച വർഷമാണ്. ആ വർഷത്തിലാണ് ഒരു പാതിരിയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പ്രവചനം നടത്തുന്ന ഒരു വ്യക്തിയോ ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി മുഖേന നിനക്ക് നാശമാണ് എന്നും ഫറോവയെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയാൻ ആരംഭിച്ചത്. ഹാറൂൻ നബി അലൈഹി സ്വലാം അതിന് മുമ്പ് ജനിച്ച വ്യക്തിയായിരുന്നു എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരം. മറ്റൊരു കാര്യം ഉള്ളത്, മറ്റൊരു നിലക്ക് അതിനെ വിശദീകരിക്കുന്നത്, ഈ ഒരു നിയമം അവിടെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു, എന്നാലും ബനീ ഇസ്രായേല്യർ എന്ന് പറയുന്നത് കിബിത്തികളുടെ അടിമകളാണ്. അവർക്ക് ദാസവേല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞാൽ, ബനീ ഇസ്രായേലിലുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞാൽ, ആ ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന എല്ലാവരെയും ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളഞ്ഞാൽ പിന്നീട് ഈ കിബിത്തികൾക്ക് അടിമവേല ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഒന്നും അവർ കൊന്നു കളയാറില്ലായിരുന്നു. ചിലരൊക്കെ ജീവിക്കാൻ അനുവദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ അടിസ്ഥാനത്തിൽ രക്ഷപ്പെട്ടതാണ് എന്നും പറയുന്ന ചരിത്രങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് രൂപത്തിലാകാം ഹാറൂൻ രക്ഷപ്പെട്ടത് എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഹാറൂന അഖി, അദ്ദേഹത്തിന്റെ സഹായി വേണമെന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു സഹായിയുടെ പേരെടുത്ത് പറയാണ് മൂസാ നബി അലൈഹി സ്വലാം. അതിന്റെ സഹോദരൻ ഹാറൂനെ തന്നെ വേണമെന്ന്. ഒരു സഹായിയെ വേണമെന്ന് പൊതുവായിട്ടല്ല, മറിച്ച് ഹാറൂനെ തന്നെ പേരെടുത്ത് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാതില്ലേ? ഇവര് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിൻഹ അൽ ഫസാഹ. ഹാറൂൻ നബി തന്നെക്കാൾ കൂടുതലായിട്ട് വാക്ചാതുരി ഉള്ള ആളായിരുന്നു, നന്നായിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന ആളായിരുന്നു. ഹുവ അഫ്സഹു മിന്നി ലിസാനൻ എന്നാ പറഞ്ഞത്. മൂസാ നബി ഖുർആൻ എടുത്ത് പറഞ്ഞത് എന്നേക്കാൾ നന്നായി വൃത്തിയായി സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ മറ്റൊരു സ്വഭാവം, വമിൻഹ അന്നഹു കാന ഫീഹി റിഫ്ഖുൻ, അദ്ദേഹം ഏറെ ദയയും കാരുണ്യവും ഒരു സൗമ്യതയും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അതിനൊരു ഉദാഹരണം, മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ബനീ ഇസ്രായേൽ ആളുകളൊക്കെ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന നടത്തി തുടങ്ങി. മൂസ ദൈവത്തെ തേടിപ്പോയിരിക്കുകയാണ്, ദൈവം ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ ആരംഭിച്ച ആ ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നത് ഹാറൂൻ ആയിരുന്നു.
അപ്പൊ ഹാറൂനെ കൊണ്ട് സംസാരിക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ താടി പിടിച്ചു വലിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വളരെ ശാന്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്, യബ്ന ഉമ്മ, എന്റെ ഉമ്മാന്റെ മോനെ, ലാ തഅഖുദ് ബിലിഹിയതി വലാ ബിറസി, എന്റെ തലയും താടിയും പിടിച്ചു വലിക്കല്ല എന്ന് എന്റെ ഉമ്മാന്റെ മകനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൗമ്യമായ അഭിസംബോധനയാണ് ഹാറൂൻ നടത്തിയത്. അപ്പോ അദ്ദേഹത്തിൽ സ്വാഭാവികമായും ചില ഈ തരത്തിലുള്ള ഒരു റിഫ്ഖ് ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ രണ്ടാമത്തെ ഒരു കാരണമായി പറയുന്നത്. മൂന്നാമത്തത് എന്തായാലും തന്നേക്കാൾ പ്രായമുള്ള ഒരു ആളും കൂടിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും തന്റെ കൂടെ അദ്ദേഹം ഉണ്ടാകുമ്പോ തനിക്കത് ഏറെ ഉപകാരമാകുമെന്ന് മൂസാ നബി അലൈഹി സ്വലാം അവിടെ ചോദിക്കുകയാണ്. എന്താണ് ഹാറൂനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ടത്? ഉസ്തുദ് ബിഹി അസ്രി, എനിക്ക് എന്റെ ശക്തി കൂടുതൽ ദൃഢപ്പെടുത്തുവാനാണ്, എന്റെ ശക്തി നീ ദൃഢമാക്കണമേ എന്നാണ്. നീ എനിക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, അതേപോലെ മോചിതത്തുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ സഹോദരനെ എനിക്ക് നൽകി, എന്റെ കൂടെ നൽകിയിട്ട് എന്റെ മുതുകി അല്ലെങ്കിൽ എന്റെ നട്ടല് എന്നൊക്കെയാണല്ലോ അസുറിൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിന് ബലം നൽകണം, ശക്തി നൽകണം എന്നാണ് ഇവിടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഫിറൗനെ പോലെയുള്ള ശക്തനായ ധിക്കാരിയുടെ മുമ്പിൽ നിൽക്കുമ്പോ കൂടെ നിൽക്കാൻ ഒരാളും കൂടെ ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ കാര്യത്തിൽ നീ അവനെ പങ്കാളിയാക്കുകയും ചെയ്യണമേ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പങ്കാളിത്തം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ഒരു പങ്കാളിത്തത്തെ സംബന്ധിച്ചല്ല സൂചിപ്പിക്കുന്നത്, മറിച്ചെന്താ അവിടെ എന്തിലാണ് പങ്കാളിയാകുന്നത്? പ്രബോധനത്തിന്റെയും മാർഗദർശനത്തിന്റെയും ഉത്തരവാദിത്വത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തമാണ് മൂസാ നബി അലൈഹി സ്വലാം ഹാറൂനെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെടുന്നതാണ്. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഇതെന്നല്ല, ഇവിടെ പറയുന്ന പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഹാറൂൻ അലൈഹി ഇസ്ലാമേയും പ്രവാചകത്വം നൽകപ്പെടുകയാണ്, അദ്ദേഹത്തെ പ്രവാചകനായി മാറുകയാണ്. വെറുതെ പങ്കാളി എന്ന് പറയുമ്പോൾ ഒരു കൂറുകച്ചവടക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, അദ്ദേഹത്തെ പോലെ തന്നെ നബിയായി മാറുകയാണ്. ഇത് മൂസാ നബിയുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയും അള്ളാഹുവിന് അദ്ദേഹത്തോടുള്ള വാത്സല്യവും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുന്ന സൂറത്ത് യൂനിസിൽ നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന നമ്മൾ സ്വീകരിച്ചിട്ടില്ല മൂസ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു ചോദിക്കുന്നുണ്ട്. ഈ ആസർ എന്നൊക്കെ പദം വേറെയും വന്നിട്ടുണ്ട്, ഞാനത് പറഞ്ഞു പോകുന്നില്ല. ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് ആസർ എന്നായിരുന്നു. അതേപോലെ ഇഞ്ചീലിലെ ഇവിടെ വിശ്വാസികളുടെ ഒരു കഥ പറയുന്നിടത്ത് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ പുഷ്ടിപ്പെടുത്തി എന്നാണ്. ഒരു കൃഷിയുടെ ഉപമയാണ് അവർക്കുള്ളത്. അതിന്റെ കൂമ്പ് പുറത്ത് കാണിച്ചു, എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്തി, എന്നിട്ട് അത് കരുത്താർജിച്ചു. അങ്ങനെ അത് കർഷകർക്ക് കൗതുകം തോന്നിച്ചു. അങ്ങനെ അതിന്റെ കാണ്ഡത്തിന്മേൽ അത് നിവർന്നു നിന്നു എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ ചില പദങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കൃഷിയോടൊപ്പം വെച്ചുകൊണ്ട് വിശ്വാസികളുടെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് അള്ളാഹു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞു എന്ന് ആ വാക്കിനെ പരിചയപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഈ പ്രാർത്ഥന ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആവശ്യമായ മാനസികവും ഭൗതികവുമായ തയ്യാറെടുപ്പുകളുടെ ഒരു സമ്പൂർണമായ രൂപമാണ്. ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക നിൽക്കുക, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഒരു ദൈവത്തിന്റെ ഒരു പ്രബോധനത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ വിനയമാണ്. പടച്ചോനെ, എന്റെ കഴിവുകേട്, എനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാലോ. അതുകൊണ്ട് വിനയത്തോട് കൂടിയിട്ട് പ്രാർത്ഥന നടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് ശരിയായ ആസൂത്രണം നടത്തുകയാണ്. അദ്ദേഹത്തിന് ഒരു സംഘബോധം അവിടെ ഉടലെടുക്കുകയാണ്.
ആത്മാർത്ഥത നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ വിനയവും പ്രാർത്ഥനയും ശരിയായ ആസൂത്രണവും സംഘബോധവും ആത്മാർത്ഥതയും ഒക്കെ ഒത്തുചേരുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വർഷിക്കുന്നത് എന്ന് നമുക്ക് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു പ്രവാചകന്റെ മാതൃക, ഇവിടെ പറഞ്ഞ ഈ 4 ആയത്തുകൾ സൂചിപ്പിച്ച മാതൃക ഏറെ നമുക്ക് ഉപകാരപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ പലരെയും കൂട്ടുകൂട്ടി പോകുമ്പോ, നമ്മുടെ കൂട്ടുകാരായി പലരും മാറുമ്പോ, നമ്മുടെ ദൈവത്തിന്റെ മാർഗത്തിൽ, നമ്മുടെ നന്മയുടെ മാർഗത്തിൽ നമ്മളിലും തന്നെയുള്ള ആളുകളെ നമ്മുടെ കൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഹൈറായ ഒരു കാര്യമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ പറഞ്ഞ 4 ആയത്തുകളെ ഒന്നുകൂടെ നമുക്ക് തദബ്ബുറിന്, നമ്മുടെ ചിന്തക്ക് നമ്മൾ വിഷയീഭവിച്ചാൽ വിനയത്തിന്റെ പാഠം നമുക്കവിടെ കാണാം. എത്ര വലിയ കഴിവുകളും സ്ഥാനവും ലഭിച്ചാലും മനുഷ്യൻ തന്റെ പരിമിതികൾ തിരിച്ചറിയണം. അതേ മൂസാ നബി അലൈഹി സ്വലാം അഥവാ കലീമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന മൂസാ നബി അലൈഹി സ്വലാം പോലും തനിക്ക് സഹായം ആവശ്യമാണെന്ന് വിനയത്തോടെ അദ്ദേഹം സമ്മതിക്കുക. പ്രാർത്ഥനയുടെ ശക്തി നമുക്കിവിടെ ബോധ്യപ്പെടും. ഏത് പ്രതിസന്ധിയുടെയും തുടക്കം പ്രാർത്ഥനയായിരിക്കണം. എന്ത് കാര്യങ്ങളുടെയും തുടക്കം പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സംഗതിയിലേക്ക് ഇറങ്ങുക. ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ വിഭവങ്ങൾക്കായി അള്ളാഹുവിനോട് ചോദിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് പടച്ചോനെ ഈ സംഗതികൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി എനിക്ക് ആവശ്യമായിട്ടുള്ളത്? ആ വിഭവങ്ങൾക്ക് ഓരോന്നോരോന്നായി എനിക്ക് നീ നൽകണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു യഥാർത്ഥ നേതാവ് ഒറ്റക്ക് എല്ലാം ചെയ്യാൻ ശ്രമിക്കുകയല്ല. അയാൾ കഴിവുള്ളവരെ തിരിച്ചറിഞ്ഞ് കൂടെ നിർത്തുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. ദൗത്യത്തിന്റെ വിജയത്തിനായിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടത്. ഹാറൂൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ താബി എന്നല്ല പറഞ്ഞത്, എന്റെ താബിയായിട്ട്, എന്റെ പിന്തുടർച്ചക്കാരനായിട്ട്, എന്നെ പിന്തുടരുന്ന ആളായിട്ടല്ല നമ്മുടെ ഹാറൂനെ നമ്മൾ പറയുന്നത്. അദ്ദേഹം അങ്ങനെയല്ല ആവശ്യപ്പെട്ടത്. രണ്ടുപേരെയും പറയുമ്പോ മൂസ ഹാറൂൻ എന്ന് നമ്മൾ പറയുമ്പോ അലൈഹിമസ്സലാം, രണ്ടുപേർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്റെ പങ്കാളിയായിട്ട്, എന്റെ കൂറുകാരനായിട്ട്, എന്റെ കൂടെ ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കുടുംബത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് കുടുംബം ഒരു ഭാരമാകരുത്, മറിച്ച് ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി കുടുംബം മാറണം. നമ്മുടെ ഏറ്റവും അടുത്ത വിശ്വസ്തർ നമ്മുടെ കുടുംബാംഗങ്ങളായി ആകണം. അങ്ങനെയാകുമ്പോ ഒറ്റി കൊടുക്കുന്നവരുണ്ടാവില്ല, അതേപോലെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടാവില്ല. ആ പ്രബോധനം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. തന്റെ സഹോദരനെ ഈ ദൗത്യത്തിൽ പങ്കാളിയാക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ മൂസാ നബി അലൈഹിസ്സലാം സ്ഥാനമാനങ്ങളെക്കാൾ ദൗത്യത്തിന്റെ വിജയത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് തെളിയിച്ചു. ഇതൊക്കെ ഈ ഒരു ആയത്തിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ്. ഇനി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ 4 ആയത്തുകളെ നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹം പ്രത്യേകം വിനയത്തോടു കൂടിയിട്ട് ആവശ്യപ്പെടുന്നത്, അള്ളാഹു എന്റെ കൂടെ എന്റെ കൂട്ടുകാരന്റെ, എന്റെ പങ്കാളിയായിട്ട് എന്റെ സഹോദരനെ നൽകണേ എന്നാവശ്യപ്പെട്ടു. ആ ആവശ്യം അള്ളാഹു സ്വീകരിച്ചു. എന്നാൽ ഇവിടെ പലപ്പോഴും മനുഷ്യരിൽ അവന്റെ നശിപ്പിച്ചു കളയുന്ന വിധത്തിലാണ് ഇവിടെ നാട്ടുമൂപ്പന്മാരും അധികാരികളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിന്റെ യഥാർത്ഥ കാരണം ഞാൻ എന്ന ഭാവവും താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന ചിന്തയുമാണ് എന്നാണ്. ഖുർആനും ഹദീസും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പലപ്പോഴും കാണുന്നത്. ഇവിടെ ഈ അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങൾ എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാം തുടക്കത്തിൽ എനിക്ക് എന്റെ വിക്ക് മാറ്റിത്തരണേ, എനിക്ക് ശക്തി നൽകണേ, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയ മൂസാ നബി അലൈഹി സ്വലാം പിന്നീട് ആ പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇബ്ലീസിന്റെ അഹങ്കാരം എന്തായിരുന്നു എന്നറിയോ?
ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. ഞാൻ അവനേക്കാൾ, ആദമിനേക്കാൾ ഉത്തമനാകുന്നു എന്നാണ് പറഞ്ഞത്. ഞാനെന്നാണ്, ഞാൻ വിചാരിച്ചാൽ ചെയ്യും, ഞാൻ വിചാരിച്ചാൽ ചെയ്യാണ്ടിരിക്കും, ഞാനാണ് എന്ന് പറയുന്ന അഹങ്കാരികൾ ജീവിക്കുന്ന, അഹങ്കാരികൾ ലോകം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പിശാചിന്റെ, ഇബ്ലീസിന്റെ അഹങ്കാരത്തിന്റെ സ്വരമാണ് എന്ന് നമുക്ക് ഖുർആനിലൂടെ പിന്നെ കണ്ണോടിച്ചാൽ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പ്രയോഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ വന്നിട്ട് ഒരാളെ മുട്ടി. റസൂല് ആരാന്ന് ചോദിച്ചു. പുറത്തു നിന്ന ആള് ഞാനാണ് റസൂലെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂല് അത് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ആരാ ഞാൻ എന്ന് പറഞ്ഞത് ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള അഹങ്കാരികൾ എന്നുള്ളത്. ഞാനെന്ന ഭാവം, ആ ഭാവം അത് ഫറോവയും പ്രകടിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. എന്താ ഫറോവ പറഞ്ഞത്? ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായ രക്ഷിതാവ് എന്നാ പറഞ്ഞത്. ലോകം ഒന്നടങ്കം എന്റെ കീഴിലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഫറോവമാർ വഖാല അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ തന്നെയാണ് നിങ്ങളുടെ പരമോന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഞാനാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പിന്നെ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വലിയ ഹദീസിൽ, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. നമ്മളെ 2 മിനിറ്റ് കൂടെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ കട്ടാവും ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് നിർത്തുകയും ചെയ്യാം. ഇത് പെയ്ഡ് ആയിട്ടുള്ള സൂം അല്ല, അതുകൊണ്ടാണ്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. ആ ഹദീസ് ഇങ്ങനെ തുറന്നു പോയിട്ട് അൽ കിബ്റു പറയുന്നുണ്ട്. ഹൃദയത്തിൽ ഒരു അണുത്തൂക്കം അഹങ്കാരമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു സഹാബി ചോദിച്ചു, ഒരാൾക്ക് തന്റെ വസ്ത്രവും ചെരുപ്പും നല്ലതായിരിക്കാൻ ഇഷ്ടമുണ്ടാകുമല്ലോ, അത് അഹങ്കാരമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. അഹങ്കാരം എന്നാൽ സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലുമാണ് എന്ന്. അഹങ്കാരം എന്നത് ജനങ്ങളെ നിസ്സാരമായി കാണുന്നതിന്റെ പേരാണ് അഹങ്കാരം എന്നുള്ളത്. ആ അഹങ്കാരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഒരു ഹദീസും കൂടെ ഉണ്ട്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാല ദർരി ഫീ സുവരി റിജാലി യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹങ്കാരികളെ അന്ത്യനാളിൽ മനുഷ്യരൂപത്തിലുള്ള ചെറിയ ഉറുമ്പുകളെ പോലെ ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത അവരെ പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ എന്ന ഭാവം ഒരു വ്യക്തിയെ അഹങ്കാരത്തിലേക്ക് നയിക്കും. എന്നാൽ പരലോകത്ത് ചെല്ലുമ്പോ ഉറുമ്പിനേക്കാൾ ചെറിയതായിട്ട് ഏറ്റവും മോശക്കാരനായ വിധത്തിലാണ് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അളവ് അഹങ്കാരം പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ കഴിവും മഹത്വവും അള്ളാഹുവിന് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് വിനയത്തോടെയും ബഹുമാനത്തോടും പെരുമാറാൻ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു തരത്തിലുള്ള വിനയത്തിന്റെയും അതേപോലെ താഴ്മയുടെയും ഒക്കെ അടയാളമായിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ പറഞ്ഞ പ്രാർത്ഥനയെ നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്ന ആയത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. അള്ളാഹു ലോകത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അഹങ്കാരികളും ധിക്കാരികളുമായ ആളുകളിൽ നിന്ന് ലോകർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. വിശ്വാസികൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തുമൊക്കെ നന്മ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും ഈമാനികമായി പരസ്പരം സഹകരിക്കുന്ന നല്ല ഒരു കുടുംബമായി നമ്മെ ഓരോരുത്തരുടെയും കുടുംബത്തെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ലിങ്കിൽ തന്നെ വീണ്ടും കയറിയാൽ മതി. കട്ടായതിനു ശേഷം
ക്ലാസ് കഴിഞ്ഞു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ലോകത്തിന്റെ ഈ ഒരവസ്ഥ ഉള്ള എല്ലാ പ്രയാസകരമായ അവസ്ഥയിലാണ് ഉള്ളത് ലോകം. അള്ളാഹു എല്ലാ നിലക്കും സമാധാനം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.